ഒരു തകർപ്പൻ സ്കിറ്റുമായി നിങ്ങളെ ചിരിപ്പിക്കാൻ നമ്മുടെ യുവ കലാകാരന്മാർ റെഡിയാണ്. സോ തിരിച്ചു വരാം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം ആൻഡ് അടൂർ. ലോകജനതയെ കോരിത്തരിപ്പിക്കുന്ന കായിക മാമാങ്കം ഫുട്ബോൾ വേൾഡ് കപ്പ്. വെറും 1 കോടി ജനങ്ങൾ മാത്രമുള്ള ബോസ്നിയ ലോകകപ്പിൽ കളിക്കുമ്പോഴും 130 കോടി ജനസംഖ്യയുള്ള നമുക്ക് ഇപ്പോഴും ഇതൊരു സ്വപ്നം മാത്രമാണ്. ടീം സ്റ്റാർസ് ഓഫ് കൊച്ചിന്റെ ഭാവനയിൽ ഇന്ത്യൻ ടീം ലോകകപ്പ്. വേൾഡ് കപ്പ് മത്സരവേദിയിലാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഇന്ത്യ വേൾഡ് കപ്പിൽ മത്സരിക്കുക എന്നുള്ളത്. ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പിൽ മത്സരിക്കുന്നു. മാത്രമല്ല മലയാളികളാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. ഇരു ടീമുകളും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഗ്രൗണ്ടിലേക്ക് എത്തും. നമുക്കപ്പോൾ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് Okay, the football world of the night. Without the like the world. നമസ്കാരം ചേട്ടാ. മലയാളിയാണോ? നിങ്ങൾ മലയാളികളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു യോഗ്യതാ മത്സരത്തിൽ പോലും പങ്കെടുക്കാതെയാണ് നിങ്ങൾ ഈ വേൾഡ് കപ്പിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ചൊന്ന് പറയാവോ? അത് വേറെ സംഭവമുണ്ട്. ഇന്ത്യയിൽ കുറെ നാളായിട്ട് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എൻട്രി മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നടന്നില്ല. എന്റെ ടീമിനെ ഞാൻ കൊണ്ടുവന്ന് വേറെ സംഭവത്തിലൂടെ. എങ്ങനെ? എന്റെ ചിറ്റയുടെ മോളുടെ കല്യാണമായിരുന്നു. പട്ടുസാരി മേടിച്ചപ്പോ സ്ക്രാച്ച് ആൻഡ് വിൻ എന്നൊരു പരിപാടി കിട്ടി. അത് ഉറച്ചു നോക്കിയപ്പോ എന്റെ ടീമിലൂടെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നാ. അപ്പൊ ആദ്യമായിട്ട് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ വേൾഡ് കപ്പിൽ എൻ്റർ ചെയ്തിരുന്നുള്ള റെക്കോർഡും കൂടി. എങ്ങനെയാണ്, ഫിറ്റ് ആണോ ടീമുകൾ? ഒന്നുമല്ല, ഇന്നലെ അടിച്ചെന്റെ ചെറിയൊരു ഹാങ് ഓവർ ഉണ്ട്. വേറെ പ്രശ്നമൊന്നും ബോഡി ഫിറ്റ് ആണോ? കുറച്ച് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉണ്ട്. നൗ ഐ ആം ഓക്കേ. സാധാരണയായി 11 മെമ്പേഴ്സ് ആണല്ലോ ഒരു ടീമിലുള്ളത്. നിങ്ങൾ ആകെ 5-6 പേരല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ആകെ ഒരു ബോളല്ലേ ഉള്ളൂ. അത് ആൾ കൂടി കഴിഞ്ഞാൽ തമ്മിത്തല്ലും ബഹളാവും. വേറെ സംഭവം ഉണ്ട്. ഞങ്ങൾ 11 പേര് അവിടുന്ന് പോന്നതാ. എയർപോർട്ടിൽ വെച്ച് അറിഞ്ഞ് ആദ്യത്തെ കളി അർജന്റീനയുടെയാന്ന്. ഇതറിഞ്ഞത് 3 പേര് ഫിക്സ് വന്ന് താഴെ. പിന്നെ ബാക്കിയുള്ളവർ ഞങ്ങളൊന്ന് കയറി പോന്നു. ഇന്നലെ വൈകുന്നേരം 3 പേര് ടൂർ പോയത് അവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. മലയാളി അമ്പലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയും കൊണ്ടുവരും. ഇതൊന്നും അല്ലെങ്കിലും നീയൊക്കെ നാടൻ പാട്ടിന് കൊണ്ടുള്ള കാര്യം ശരിയാണ്. ഇപ്പൊ ഇവിടെ ഫുട്ബോൾ കളിക്കാനാ വന്നത്. അവന്മാർ ചെയ്യണ പോലെ ചെയ്യും. എന്തായാലും ഞാൻ ബംഗാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി ടീം മെമ്പേഴ്സിനെ കണ്ടുപിടിക്കാം. വേറൊന്ന് ചോദിച്ചോട്ടെ, അർജന്റീന ആയിട്ടാണല്ലോ ആദ്യം പോരാടുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവരായിട്ട് കളിക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അർജന്റീന അതെന്താ? അവർക്ക് ഭയങ്കര അർജന്റീന പെട്ടെന്ന് ഗോൾ അടിച്ചിട്ട് പോകും. നാളത്തെ കളി ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യം. അതെന്താ? നാളത്തെ കളി ഞങ്ങൾ സ്ലോവേനിയ ആയിട്ടാ. അവർ സ്ലോവിലെ കളിക്കുള്ളൂ. അങ്ങനെ. അപ്പൊ ബ്രസീലിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചേറ്റകൾ ബ്രസീലിന് എന്റെ മുമ്പിൽ പറയരുത്. അവര് ഞാൻ തമ്മിൽ പോട്ടിയാ. ബ്രസീലിന്റെ കൂടെ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടില്ല. ബ്രസീൽ ജയിക്കും പറഞ്ഞ് ഞാൻ കൂട്ടാനായിട്ട് ബെറ്റ് വെച്ച് അത് തോറ്റുപോയിട്ട് എന്റെ തലയുടെ പകുതി പഠിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അവരായിട്ട് ഉടക്കാണ്. പ്രത്യേകിച്ച് നെയ്മീനായിട്ട്. നെയ്മീനെ മറ്റേ നമ്മൾ മലയാളികൾ അതിനെ നെയ്മീനെ പറയുള്ളൂ. നമ്മൾ മലയാളികൾ നെയ്മീനെ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ മലയാളി നെയ്മീനെ പറയാവുള്ളൂ. അതാരാ അവിടെ കിടക്കുന്നത്? ക്യാപ്റ്റൻ. ഓ, യാത്രാ ക്ഷീണമായിരിക്കും അല്ലേ? അതല്ല, ഈ അർജന്റീനയുടെ കളി എന്ന് അറിഞ്ഞപ്പോ അപ്പൊ തലയിറങ്ങി. ഇടക്കിടക്ക് ബോധം തെളിയുമ്പോ ചോദിക്കും കളി കഴിഞ്ഞാന്ന്. ഇല്ലെന്ന് പറയുമ്പോ പിന്നെയും ബോധം കിട്ട് വീഴും. ഒരു 4 മണിയാകുമ്പോ കൊല്ലടാ. പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ അർജന്റീന ആയിട്ടുള്ള കളി എങ്ങനെ നോക്കി കാണുന്നു? അവർക്ക് കളിയാണ്, ഞങ്ങൾക്ക് യുദ്ധം. വേറൊന്ന് ചോദിച്ചോട്ടെ, 20 വർഷമായിട്ട് ചേട്ടൻ ഈ ടീമിന്റെ കോച്ചാണല്ലോ. അപ്പൊ ചേട്ടന് മറക്കാനാവാത്ത ഒരു ഗോൾ ഒന്ന് പറയാമോ? ഓർക്കാൻ ഒരു ഗോൾ ഞാൻ അടിച്ചിട്ടില്ല, പിന്നെ മറക്കണത്. അതെന്താ? അത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളിപ്പോ അവിടെ ചെന്ന് എനിക്ക് ഗോൾ ഇല്ലാത്തൊരു പോസ്റ്റ് കിട്ടിയാൽ പോലും അടിക്കാൻ ഞാൻ ചെന്നിട്ട് ബോൾ അവിടെ വെച്ചിട്ട് ബിനോയ് അടിച്ചോട്ടറാന്ന് പറയും. അപ്പൊ ചേട്ടൻ അടിക്കില്ല ഗോള്? അത് അടിച്ച വേറെ പ്രശ്നമുണ്ട്. നമ്മൾ ഗോൾ അടിച്ച ബാക്കി 10 കൂടി ചാടി നമ്മുടെ മുഖത്ത് കയറും. എനിക്കാണെങ്കിൽ നട്ടലിന് തേയ്മാനമുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഗോൾ അടിക്കാൻ ഞാൻ നിൽക്കില്ല. ഇനി രഹസ്യമായിട്ടൊരു കാര്യം ചോദിക്കാൻ. രഹസ്യമായിട്ടാണോ? ശരി, നീങ്ങി ചോദിച്ചു.
ഈ ഗോൾ അടിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴി ട്രിക്ക് ഉണ്ട്, എളുപ്പ വഴിയുണ്ട്. അത് എന്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കും കൂടെ ഒന്ന് പറഞ്ഞ നമ്മൾ വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോൾ ഗ്രൗണ്ടിൽ വരിക. അപ്പൊ ഗോളി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, സുഖമായിട്ട് ഗോൾ നല്ല ഐഡിയ. എന്തായാലും ചേട്ടന്റെ ഈ ട്രിക്ക് ഇവര് പാലിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. Okay. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ceremony, a giant ball and LED ball with both centerpieces. Supimos concebir coronados de gloria viva. Oh, puremos എന്താണ് പൂജ 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 gloria morir. Oh, puremos con gloria morir. ഓക്കെ. ആ 3 പേര് നടക്ക്, കമ്പ്യൂട്ടർ നടക്ക്, നീ ഗോളിയാണ്. കമ്പ്യൂട്ടർ നടക്ക്, അവിടേക്ക്. ബാക്കി 3 പേര് ഫ്രണ്ടിൽ തന്നെ നടേച്ച വട്ടത്തിന്റെ അരിക്കുക, സെന്ററിൽ വട്ടത്തിന്റെ അരിക്കുക. അവിടെ 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 എടാ, അവര് നിൽക്കുന്ന പോലെ നിൽക്ക് കേട്ടാ. ഓക്കെ, റെഡി റെഡി. നാട്ടിയോട് തന്നെ എന്റെ സ്വകാര്യാത്മ എന്ത് പറയാനാണ്? നിങ്ങൾ എന്താ തിരിച്ചു പോകുന്നത്? ആ റഫറി ചെവി കുടിച്ച് പറഞ്ഞു എന്തിന്? ഒരു ടീമിൽ 11 വരെ കളിക്കാൻ പാടുള്ളൂ. അപ്പൊ ബംഗാളികൾ വന്നാ അവര് വന്നു. അതെ അതെ ബായ്. ഓക്കെ, വിളിച്ചോട്ടാ. ഓക്കെ ഓക്കെ, വിസിൽ കൊടുക്കാറായിരുന്നു. നടേശ മുട്ടിക്കണ നടേശ. മറഡോണയെ കളി നിർത്തിയിട്ട് വർഷങ്ങളായി. മുടി കൊടുത്തവനാരാ? അവന്റെ പേര് എനിക്ക് അറിഞ്ഞു. സെമി. ഞാൻ അവനെ മറഡോണ എന്ന് വിളിക്കുള്ളൂ. മറഡോണയെ പൂട്ട്. രമണ വിടരുത്. വിളിച്ചതല്ല, കളി പന്ത് പിടിക്കാനാ. ഞാൻ കയറിയാലേ ശരിയാവും. വീട്ടിലെ നടേശ മട്ടം വെക്ക്. ഹലോ, ഓരത്തിന് ബിജു, ഞാൻ നിന്റെ വീട്ടിൽ നിന്നാ ഫോൺ. വീട്ടിൽ നിന്നാ? ഹലോ, ഞാൻ വേൾഡ് കപ്പിന് വന്നേക്കാണ്. അതെ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ജയിക്കും, പ്രാർത്ഥിച്ചോ. കപ്പായിട്ട് വരുള്ളൂ. തരാം, അവിടെ വന്നിട്ട് തരാം. വീട്ടിൽ നമ്മയൊന്നുമല്ല, 10 രൂപ പൈസക്ക് കാശെടുത്തിട്ടുണ്ട്. അവനാ വിളിച്ചത്, നമ്പർ തപ്പിട്ട്. അതാ പിന്നെ അവിടെ ഇരിക്കും. പോയി കളിക്കടാ. എങ്ങോട്ടാ വിടരുത്. നടേശ പൊന്നുമോനെ, വിടില്ലേ. ഇത്രയും പേരിന്ന് കളിച്ചിട്ട് ജോസ് നിന്ന് അവിടെ മാറി ഐസ്ക്രീം കഴിക്കണുണ്ടോ? അത് ഐസ്ക്രീം തിന്നല്ല, ഓടി പതളകിയതാണ്, പതവന്നതാണ്. നീ ഒന്നും മിണ്ടാണ്ടി. ചേഞ്ച് ഞാൻ പറഞ്ഞോളാം കേട്ടാ. ഓടിവാ. ഞാനാണെങ്കിൽ ഇപ്പൊ 10 ഗോളി പഠിച്ചു കഴിഞ്ഞാണ്. ഞാൻ കേറാൻ നീ അവിടെ പോയി ഞാൻ പറഞ്ഞോളാം. തീരുമാനിക്കാൻ ആളുണ്ട്. ഞാൻ പറഞ്ഞോളാം. എന്താ ചേഞ്ച് ഇല്ല, ഞാൻ വട്ട് സോഡ കുടിച്ചു. അതല്ലേ പറഞ്ഞത്. പിന്നെ നീ ഇറങ്ങിട്ട് ഇവനെ കേട്ടോ. ഞാൻ ഇറങ്ങിയല്ല. എന്താ? എനിക്ക് മെസ്സിനൊന്നും തുടരണം, തൊട്ടിട്ട് ഓടി വരാം. മെസ്സിനെ തൊടാൻ പോണ. അവര് ഇതേവരെ മെസ്സിനെ തൊട്ടിട്ടില്ലെന്ന്. എടാ, മെസ്സിനെ തൊടാൻ അവൻ തൊട്ടത്തിന് കേട്ടാ. ആരെങ്കിലും ഒന്ന് കളിക്കണം മര്യാദക്ക്. ഇങ്ങടെ ബോൾ കളിക്കുന്നത്. അടിച്ചിട്ട് വരേ. അടിച്ചു കൊടുത്തേ. എടാ, കിക്ക് എന്ന് പറഞ്ഞ ഇതാണ്. കണ്ടോ, സുമേഷ് നോക്കിക്കോ. ഓക്കെ, ബോളുമായിട്ട് പോ. ചാട്. അങ്ങനെയല്ല, എന്റെ കാല് വേദനെടുക്കരുത്. എന്താണ് കാണിക്കുന്നത്? എന്റെ കാല് പോയി. കാല് പോയിന്നാ? അപ്പൊ കയറ്റി ബോൾ കയറ്റി. ഇവരൊക്കെ എന്താ കാണിക്കുന്നത്? നോക്കി കളിക്ക്. വിട്ടുകൊടുക്കരുത്. ഓക്കെ, മാറ്റല്ല, എന്റെ ചേഞ്ച് ഞാൻ കേറാം. ഒരു മിനിറ്റ് വാ. എന്താ ഇറങ്ങാനാണ് ഞാനില്ല. കളിക്കണില്ലേ? അവനൊന്ന് മാർക്ക് കളിക്കണം. അയ്യോ, ഞാൻ മെസ്സിനെ തൊട്ടില്ല. മെസ്സിനെ തൊട്ടില്ല. ഗോളിന്റെ ബഹളമായിരിക്കും. കണ്ടോ, സാധനല്ലേ പ്ലെയറാണ്. അടിയടാ. ഗോളി എന്ത് പോസ്റ്റിൽ വന്ന് നിൽക്കാൻ. പോസ്റ്റിൽ വാ, നടത്തുന്നുള്ള അമ്മച്ചനെ ഇരിക്കും. നീ കളിക്കാൻ എന്താ അന്വേഷിച്ചത്? ഒരു സ്വർണ്ണ മോതിരം പോയി.
അതിന് നിനക്ക് സ്വർണ്ണ മുദ്രയില്ലല്ല. എന്റെ അല്ല അർജന്റീനയുടെ കളിക്കാരൻ സ്വർണ്ണ മോതിരം പോയി കിട്ടിയ കോളാണില്ല. പോടാ ഗോളടിക്കണം. പോടാ. ഓക്കേ. ഇതെവിടെ? ആരാ കളിക്കുന്നത്? സുധി പിടിച്ച. ഒന്നുമില്ല ഹെഡ് ചെയ്തപ്പോ മൈൻഡ് ഔട്ട് ആയത്. അവനെ പിടിച്ചു. ആ രാജേഷ് ഇങ്ങനെ കളിച്ചാൽ നമ്മൾ തോറ്റു പോട്ടാ. കുടിക്കാൻ എന്തായാലും പെപ്സി കുടിക്കാനുണ്ടോ അവര്? അവര് പെപ്സി കുടിച്ചോട്ടെ. അത് വിഷം അടങ്ങിയ നമുക്കെന്താ? നമുക്ക് ഇവിടെ നാരങ്ങ വെള്ളം ഉപ്പിട്ടത്. എടാ ഈ ബ്രസീൽ മുഴുവൻ കറങ്ങിയിട്ട് എനിക്ക് ഒരു നാരങ്ങ ഇട്ട് ആ നാരങ്ങ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ കളിച്ചു വെച്ചാണ്. നിങ്ങൾ നോക്കി കണ്ട് കളിക്കണ ഞാൻ എനിക്ക് പെപ്സി ചോദിച്ചാണ്. പിന്നെ ഞങ്ങൾക്ക് കാടിവെള്ളം കളിച്ചു പെപ്സി. ടീമൊക്കെ ഞാൻ ഏത് ടീമിലാണ്? നീ ഈ ടീമിലാണ്. ചേഞ്ച് നീ ചേഞ്ചിലോണ്ട് ബലം പിടിച്ചല്ലേ. അടിക്കടി മണ്ണ് പൂന കൂട്ടി അടി. അമ്പലപ്പറമ്പൊന്നും അല്ല, അങ്ങനെ പിടിച്ച് കിടക്കണം. അങ്ങനെ അടിച്ച പൊങ്ങും വന്ന് ഇത് പിടിച്ച് അടിക്കുന്ന അവിടെ കിടന്നാ കളിക്കാതെ കൊണ്ടുപോടാ. ഓടി വാ. ഇതെന്താണ്? ഇനി ഞാൻ ഹെഡ് ചെയ്ത് എന്റെ തല പൊട്ടി തെറിച്ചു പോകും. ചേഞ്ചാ ഇപ്പൊ ചേഞ്ച് ചെയ്യണമെന്ന് ആരുമില്ല. ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവര് ചേഞ്ച് ചെയ്യുന്നു. അന്ന് കളി നോക്കിയേ. ഇതെന്താണ് കാണിക്കണത്? സിസ്റ്റർ കട്ട് ചെയ്യാൻ പറഞ്ഞു. അതവനോട് പറഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ച അവരോട് പറഞ്ഞ അവരും കേൾക്കൂലേ? ഐഡിയ പിടിച്ചോട്ടാ പിടിച്ചോളി വിട്ട് കളിക്കല്ലേ. എന്താടാ കളി നിർത്തി വെച്ച്. എന്താണ്? രമണ നീഗ്രമായിട്ട് കൂട്ടിയിടിച്ചു, മൂക്കിന്ന് വായനും ചോര വെച്ചു. എടാ അത്ര നേരം നിനക്ക് ഇറങ്ങി നിൽക്കാൻ പറയും. ബോള് വെറുതെ ഇട്. അവര് കളി നിർത്തിയപ്പോഴേ ഈ ബോളന്റെ കാലം നോക്കിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇതെന്ത് കഷ്ടോടാ. ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ മതിയായിരുന്നു. ബാബാ അടി അടിക്കാൻ. എന്താ എനിക്ക് ഷുഗർ ഇളകി. എങ്ങനെ അയ്യോ ഇവിടെ ചേഞ്ച് ചെയ്യാനാ. ഇനി ഞാൻ തലറങ്ങി വീഴും. നീ കയറും. എനിക്ക് ഇറങ്ങല്ല. അന്ന് ഒരു പ്രാവശ്യം കയറുക. നീ കയറും. ഇപ്പൊ എന്ത് ചെയ്യും? ഞാനേ ആ ചേട്ടനോട് രണ്ട് പിള്ളേർ ചോദിച്ചു. ആരോടെങ്കിലും ചോദിക്കും, എനിക്ക് പറ്റണല്ല. നെഞ്ചോരെ വലിയ കളിയുള്ളവരെ വേണ്ട, കുഞ്ഞി ആരെങ്കിലും തരും രണ്ടുപേരെ. ഓപ്പനാണ് പുള്ളി തിരക്കണത്. സംഭവം പാളിട്ടാ. നീ ചെയ്യാൻ ആളില്ല. എന്തെങ്കിലും ചെയ്യണം. അല്ല നീ നമ്മുടെ ഇന്ത്യയുടെ മാനം കാക്കണം. ഒരു 10 ഗോൾ അടിക്കും. അതുകൊണ്ട് ചേഞ്ച് ഇല്ല. നീ തന്നെ കളിക്കും. രമണ നാട്ടിലെ തെണ്ടിത്തരം ഇവിടെ കാണിക്കരുത്. ബോള് നീ ബനിയത്തിന്റെ ഉള്ളിൽ പൊക്കി വെച്ചോണ്ട് പോണാ. ബോള് കട്ടെടുത്തല്ലടാ, നെഞ്ചത്ത് പന്തടിച്ചുകൊണ്ടപ്പോ തീരുവന്ന് അടങ്ങിയിരിക്കാം. Thank you very much. Thank you. 5 മിനിറ്റ് കൊണ്ട് 16 ഗോളാണ് ഞാൻ അടിച്ചത്. എന്റെ കളി കണ്ടിട്ടല്ല, അവരും കൂടി എനിക്ക് പാസ് തന്നു. അതാണ് എന്റെ കളി. നമ്മൾ ജയിച്ചില്ലേ? ഓക്കെ. ആര് ജയിച്ചെന്ന്? ഞങ്ങള് ഹാഫ് ടൈം കഴിഞ്ഞപ്പോ കോർട്ട് മാറി ഇറങ്ങില്ലേ? താരടിച്ച 16 ഗോളും തന്റെ പോസ്റ്റിലേക്ക് തന്നെയാ. അപ്പൊ ഞങ്ങള് തോറ്റ്. ഇതാണ് നിയമമരണന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തത്.